വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊഴുക്കട്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 1.5 കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. വെള്ളം വെട്ടിത്തിളച്ച് കഴിയുമ്പോൾ നമുക്കതിൽ 1 കപ്പ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 30 സെക്കൻഡ് ഇളക്കി യോജിപ്പിക്കാം. തീ ഓഫ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ 30 സെക്കൻഡ് കഴിയുമ്പോൾ ഈ വെള്ളം എല്ലാനും ഈ അരിപ്പൊടിയിൽ പിടിക്കും. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് അത് നല്ലപോലെ കുഴച്ചെടുക്കാം. അപ്പോൾ നല്ല ചൂടാണ്, പറ്റുന്ന ചൂടിൽ കുഴച്ചെടുക്കണം. ഇപ്പോൾ ഉരുട്ടാൻ പറ്റിയ പാകത്തിലാണ് ഇരിക്കുന്നത്. ചൂടൊന്ന് ആറി വരുമ്പോൾ കൈയൊന്ന് നനച്ചു കൊടുത്തിട്ട് കുഴയ്ക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുഴയ്ക്കാൻ പറ്റും. കൊഴുക്കട്ടയുടെ ഉള്ളിൽ വെക്കുന്ന തേങ്ങ വിളയിച്ചത് ഉണ്ടാക്കാനായിട്ട് ശർക്കര പാനി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു ഉണ്ട ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ 1 മുറി തേങ്ങ ഞാൻ ചിരവിയത് അതിൽ ഇട്ട് കൊടുക്കുവാണ്. ശർക്കര പാനിയാക്കി വെച്ചതാണ്, അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതിൽ 1 മുറി തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ അത് ഇളക്കി തേങ്ങയിലെല്ലാം ശർക്കര പാനി പിടിക്കുന്ന രീതിയിൽ ഇളക്കി വറ്റിച്ചെടുക്കുക. ശരിക്കും കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഏലക്കായ പൊടിച്ചത്, കുറച്ച് പഞ്ചസാര ചേർത്ത് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ വിളയിച്ചതിൽ ഒരു നുള്ള ഉപ്പും കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് പാത്രത്തിൽ നിരത്തിയിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് ചൂടാറി കിട്ടും. ഇനി അരിമാവ് ഒന്നുകൂടി കുഴച്ചെടുക്കാം, മയപ്പെടുത്തിയെടുക്കാം. ഇതുപോലെ ഒരു പോളിത്തീൻ കവർ എടുക്കുക. അതിൻ്റെ 2 സൈഡും വെട്ടിക്കളയുക. അടിയൊന്ന് വെട്ടിക്കളയുക, പിന്നെ സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തൂത്ത് കൊടുക്കാം. ഇത് അരിമാവ് പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ പോളിത്തീൻ കവർ വെക്കുന്നതെന്നുണ്ടെങ്കിൽ അതവിടെ പറ്റി പിടിച്ചിരുന്നോളും. ഒരു ഉരുള അരിമാവ് എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് പിന്നാക്കി കൊടുക്കാം. നടുഭാഗം ഇത്തിരി കട്ടിക്ക് ഇരിക്കണം, സൈഡ് പിന്നായിട്ട് കിട്ടും. അത് നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ പോളിത്തീൻ കവർ വെച്ച് ചെയ്യുമ്പോൾ. ഇനി നമുക്ക് തേങ്ങ വിളയിച്ചതിൻ്റെ ഒരു ഉരുളയായിട്ട് എടുക്കാം. അത് ഇപ്പോൾ തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ഉണ്ട്. ഇങ്ങനെ ഉരുളയായിട്ട് എടുത്തിട്ട് ഇതിൻ്റെ അരിമാവിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാം. ഈ ഇപ്പോൾ പരത്തി വെച്ചിരിക്കുന്ന അരിമാവിൻ്റെ വക്കുകൾ നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. അതിക്ക് മുമ്പ് നമുക്ക് കൈയൊന്ന് നനച്ചു കൊടുക്കണം. അപ്പോൾ ഈ അരിമാവ് ഇങ്ങനെ വിട്ടു വരുവാണെന്നുണ്ടെങ്കിലും അത് ചേർന്ന് ഇരുന്നോളും. എന്നിട്ട് വിരൽ വെച്ചിട്ട് ഗ്യാപ്പുകളുള്ള സ്ഥലത്ത് ഒന്ന് തേച്ച് കൊടുക്കാം. ഇത് നല്ലപോലെ പ്രസ് ചെയ്ത് ഉരുട്ടിയെടുക്കാം. കയ്യിൽ വെച്ച് 2 കൈയിലും കൂടി വെച്ചിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഉരുട്ടുന്നത്. ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിക്കഴിഞ്ഞാൽ നല്ല മിനുസായിട്ട് കിട്ടും, നല്ല ഭംഗിയുള്ള കൊഴുക്കട്ടയായിട്ട് കിട്ടും. നമുക്ക് വിരൽ വെച്ചിട്ട് അതിൻ്റെ ഓരോ വിടവുകളുള്ള സ്ഥലങ്ങൾ, ഇങ്ങനെ മടക്കുകളുള്ള സ്ഥലങ്ങൾ വിരൽ വെച്ച് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് ഈവനായിട്ടുള്ള ഒരു കൊഴുക്കട്ട കിട്ടും. സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. എന്നിട്ട് നമുക്ക് മീതയ്ക്ക് മീതെ അല്ലാത്ത രീതിയിൽ കൊഴുക്കട്ടകൾ നിരത്തി സ്റ്റീം ചെയ്ത് എടുക്കാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ.